അലമേലും ഉമ്മ പോയിട്ട് വാ, ഞങ്ങളിവിടെ ഉണ്ടാവും. ஓகே. குப்புசாமி என்ன இருக்காரா? அவர் உள்ள இருக்கிறார்ல, யார் கூப்பிடுறாங்க சொல்லணும். தென்காசியில இருந்து அலமேல் வந்திருக்கான்னு சொல்லுங்க. முதலாளி. பார்சலுங்க. வெளியே என் சர்வன்ஸ் கிட்ட இருக்கு. கொஞ்ச நேரம் வெயிட் பண்ணுங்க. வெயிட் பண்றேன் சார். ஆனா நீங்க கொஞ்சம் ஹெல்ப் பண்ணணும். உட்காருங்க. சொல்லுங்க, என்ன விஷயம்? இந்த இடத்துல யுனைடெட் பேங்க்ல ஒரு அக்கவுண்ட் ஓபன் பண்ணணும். இன்ட்ரோடியூஸ் பண்றதுக்கு எனக்கு இங்க யாரையும் தெரியாது. கவலைப்படாதீங்க, நான் இன்ட்ரோடியூஸ் பண்றேன். ஏய் முனியப்பா, முதலாளி. வெளியே மேடமோட சர்வெண்ட் கிட்ட பார்சல் இருக்கு, போய் வாங்கிட்டு வா. சரிங்க. சார், அம்மா பார்சல் தர சொன்னாங்க. இது அம்மாவோட பார்சல் இல்ல, அட்டப்பாடிக்கு போக வேண்டிய பார்சல். புரிஞ்சுதா அட்டப்பாடி? இல்லையே. உங்களை எங்கேயோ பார்த்த மாதிரி தெரியுதே. இல்ல, எங்களை இங்க பாத்துருக்க முடியாது. நாங்க கோயில்பட்டிக்காரங்க. நாங்க அண்ணன் தம்பி. நான் கங்கை, அவன் தம்பி அமரன். இல்லடா, இவனுக்கு ஒரு கண்ணு. ஆமா, இது பிறகு தோட்ட வச்சு தோட்ட வட்டில் கண்ணு வேணு கண்ணு போச்சு குருடந்தா. குருடனாவது திருடனாவது பார்சல் கொடுத்து விடுங்க. பார்சல் பட்டி லோரில வச்சிருக்கா. அப்படியா? யாரே என்ன திருடன்னு கூப்பிட்டது? നമ്മളെ മനസ്സിലാക്കിയോ? നമ്മുടെ ആക്ടിങ് കറക്റ്റല്ലേ, പിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ? അയ്യോ, എന്റെ കണ്ണ് കാണില്ല. ഷീറ്റ് പോക്കടാ. നിസ്സാരക്കാരനല്ല കുപ്പുസ്വാമി. അയാളുടെ മനസ്സ് തുറപ്പിക്കാൻ ഭയങ്കര പാടാ. കിട്ടിയ നേരം കൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അവന് സംശയം തോന്നിയോ? ഏയ്, അലമേലിനോട് അല്പം പ്രേമം തോന്നി. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് സമ്മതിച്ചതാ. എനിക്ക് ATM അക്കൗണ്ടാ തുടങ്ങണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖം വിളർന്നത് ഞാൻ കണ്ടു. പിന്നെ എന്നെ എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യാനുള്ള തിരക്കായിരുന്നു. അപ്പോ എന്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവനാണെന്നാണോ നാൻസി പറയുന്നത്? അത് മാത്രമല്ല, അയ്യപ്പന്റെയും ഡൊമിനിക്കിന്റെയും നിഗമനവും ശരിയാ. ദൊരസ്വാമിയെ വകവരുത്തിയതും ഇവൻ തന്നെ ആവണം. പക്ഷേ അതിന് തെളിവില്ലല്ലോ. തെളിവുണ്ടാക്കണം. ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഈവനിങ്ങിൽ വരാം. കളറുമേ കയറിയിട്ട് 3 ദിവസമായി. MD വിളിച്ചിരുന്നു ഇന്ന്. ഒരു ആഡിന്റെ സ്റ്റോറി ബോർഡ് ഫൈനലൈസ് ചെയ്യണം. പോകാതിരിക്കാൻ പറ്റില്ല. നാൻസി പൊയ്ക്കോളൂ, വൈകിട്ട് നമുക്ക് പലതും തീരുമാനിക്കാനുണ്ട്. കഴിയുന്നത്ര നേരത്തെ വരാം. ശരി. நீ என்ன தேடி வந்தேன்னு முனியப்பா சொன்னா. நீ ஜாமீன்ல வெளியே வந்தது எனக்கு தெரிஞ்ச உடனே உன்னை சென்னையில இருந்து பார்க்க வந்திருக்கேன். நீ மறுபடியும் கோர்ட்டுக்கு போக வேண்டாம். ஏன்னா இன்னைக்குதான் உனக்கு கடைசி நாள்.
നിയമം കയ്യിലെടുക്കാൻ നിനക്കാരുടെ പെർമിഷൻ തന്നത്? ഗുണ്ടായിസം കാണിച്ച് തന്ത അങ്ങ് പോയി. കൂടുതൽ വിളച്ചിൽ കാണിച്ചോണ്ടല്ലോ പോസ്റ്റ്മോർട്ടത്തിന് ഇടന്ന് കൊടുക്കേണ്ടി വരും. அந்த திருட்டு ராஸ்கல் எவ்வளவு பணம் கொடுத்தான்? കൈക്കൂലി വാങ്ങിച്ച് നിന്റെയൊക്കെ കാല് നക്കുന്നവനാ ഞാനെന്ന് വിചാരിച്ചോളാം. അത്ര നട്ടമില്ലാത്തവനെ നീ കണ്ടിട്ടുണ്ടാവുള്ളൂ. രാജ്മോഹനാണ് നിന്റെ തന്റെ തട്ടിയതെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കും. മറിച്ചാണെങ്കിൽ ആ കുരുക്ക് നിന്റെ കഴുത്ത വീഴും. സത്യം പറയടാ, എന്തിനാ അവന്റെ അക്കൗണ്ട് വെച്ച് കളിക്കുന്നത്? நான் எதுக்கு அவன் அக்கௌண்ட்ல கேஷ் டெபாசிட் பண்ணணும்? பினாமி அக்கௌண்ட் திறக்கிறதுக்கு எனக்கு நிறைய ஃப்ரெண்ட்ஸ் இருக்காங்க. ബാങ്ക് മാനേജർ പറഞ്ഞതോ? போய் சுத்த போய். പറഞ്ഞതൊക്കെ സത്യമാണോ? சத்தியம் சத்தியம் சொன்னா அது சத்தியம் தான். அதுதான் இந்த குப்புசாமி. നീ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചു എന്ന് കരുതണ്ട. കളവ് പറഞ്ഞത് ആരാണെന്ന് തെളിയിച്ചു തരാം. ഒരുപാട് പേര് ആയാസപ്പെട്ടിട്ടാണ് നിന്നെ തപ്പിയെടുത്തത്. അതുകൊണ്ട് കുറച്ചു ദിവസം ഇവിടെ കിടന്ന് ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വാ. എന്താ ബലം പിടിക്കരുത്, പല്ലങ്ങ് തേയും. വിചാരിക്കുന്നത്ര എളുപ്പമല്ല. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ? ട്രൈ ചെയ്യാം, പക്ഷേ ശൂന്യാകാശത്തിൽ നിന്നാ ഭസ്മം എടുക്കേണ്ടത്. ഒന്നുമില്ലായ്മയിൽ നിന്നും കുപ്പുസ്വാമിക്കെതിരായി തെളിവ് സംഭരിക്കാൻ കഴിയുമോ നമുക്ക്? ദൊരസ്വാമിയെ കൊന്നത് കുപ്പുസ്വാമി ആണെങ്കിൽ തന്നെ ആ കുറ്റം രാജിൽ കെട്ടിവെക്കാൻ വേണ്ടി ചെയ്തതാവില്ല. കാരണം രാജ് അന്ന് അവിടെ ചെല്ലുമെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. ശരിയായിരിക്കാം. ഇനി അറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ദൊരസ്വാമിയുടെ മർഡർ രാജിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അയാൾക്കെന്ത് നേട്ടം? എന്നെ ജീവപര്യന്തം ശിക്ഷിച്ചാൽ അല്ലെങ്കിൽ തൂക്കിലേറ്റിയാൽ അവന് സുഖമായിട്ട് എന്റെ അക്കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ. അതാണ് ലക്ഷ്യമെന്ന് ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷിച്ച് രാജ് അകത്തായ പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് അയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതും കോടികളുടെ ട്രാൻസാക്ഷൻ ഉള്ള ഒരു അക്കൗണ്ട്. സ്പെസിമെൻ സിഗ്നേച്ചർ ബാങ്കിൽ ഉള്ളിടത്തോളം കാലം അതിനും വഴിയുണ്ട്. ഞാൻ നെഗറ്റീവായി ചിന്തിച്ചെന്നേ ഉള്ളൂ. രാജിന്റെ ഊഹം തെറ്റായിക്കൊള്ളണമെന്നില്ല. സർക്കിൾ ഇൻസ്പെക്ടർ ഏലിയാസ് ആണല്ലോ ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹവും സാറുമായി അടുപ്പത്തിലാണെന്ന് നാൻസി പറഞ്ഞു. നമുക്ക് ഈ വിവരം അദ്ദേഹത്തെ ധരിപ്പിച്ചാലോ? ശരിയാണ്, ഡിപ്പാർട്ട്മെന്റിൽ മനുഷ്യത്വമുള്ളവരുടെ കൂട്ടത്തിലായി ഏലിയാസ്. നമ്മൾ പറയുന്ന മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിലും പരിഗണിക്കാതിരിക്കില്ല. പക്ഷേ എത്ര പരിചയവും ബന്ധവും ഉണ്ടെന്ന് പറഞ്ഞാലും നിയമം വിട്ട് ഒന്നും ചെയ്യില്ല. ഏതായാലും കണ്ടുകളയാം. ആ, രാജും കൂടെ വേണം. നാൻസിയെ കൂടെ കൂട്ടാം. കുപ്പുസ്വാമിയെ സന്ദർശിച്ച വിവരം നാൻസിക്ക് വിശദമായി പറയാൻ കഴിയും. ആയിക്കോട്ടെ. നാൻസിയെ പിക്ക് ചെയ്ത് ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരാം. ശരി.